ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരിണാമത്തെ സംബന്ധിച്ച് എന്തായിരുന്നു ഭാരതീയ ജനതാ പാർട്ടി, ദേശീയ ജനാധിപത്യ സഖ്യം തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ നാട്ടിലെ ജനങ്ങളുമായി പങ്കുവച്ചത്? ആ ഭാരതീയ ജനതാ പാർട്ടിയുടെയും പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെയും അഭ്യർത്ഥന, കേരളത്തിലെ ജനങ്ങളോടുള്ള ആഹ്വാനം കേരളത്തിലെ വോട്ടർമാർ നിറഞ്ഞ മനസ്സോടെ സ്വീകരിച്ചു എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന സൂചന. മോദിജി വരുമ്പോഴെല്ലാം പറഞ്ഞിരുന്നു, ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിനുള്ള നാന്ദിയായിട്ട് മാറണം. കേരളത്തിൽ LDFും UDFും മാത്രമല്ല, BJPയും NDAയും കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് കീഴടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കണം ഈ തെരഞ്ഞെടുപ്പെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നതിന് ശേഷം 18 സീറ്റിൽ UDF ജയിച്ചതിനെ കുറിച്ചോ കേന്ദ്രത്തിൽ BJP സർക്കാർ അധികാരത്തിൽ വന്നതിനെ സംബന്ധിച്ചോ ഒന്നുമല്ല നമ്മുടെ മാധ്യമങ്ങളും രാഷ്ട്രീയ നിരീക്ഷകന്മാരും ചർച്ച ചെയ്യുന്നത്. കേരളത്തിൽ ഇന്ന് എല്ലാവരും ഒരുപോലെ ചർച്ച ചെയ്യുന്ന ഒരു കാര്യം, ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അഭൂതപൂർവമായിട്ടുള്ള ഭൂരിപക്ഷത്തോടുകൂടി വിജയം നേടിയതും 20% വോട്ടിലേക്ക് NDA എത്തിയതിനെ സംബന്ധിച്ചുമാണ് എല്ലാവരും ചർച്ച ചെയ്യുന്നത്. അങ്ങനെ ചർച്ച ചെയ്യാൻ അവരുടെ ഒരു കാരണം, അവരെല്ലാം വിശ്വസിച്ചിരുന്നത്, അല്ലെങ്കിൽ അവരെല്ലാവരും നമ്മളെ രാഷ്ട്രീയ പണ്ഡിതന്മാരും LDF UDF നേതാക്കന്മാരും നമ്മുടെ മാധ്യമ സിംഹങ്ങളും ഒക്കെ പഠിപ്പിച്ചത്, ഇത് കേരളമാണ്, ഇവിടെ ഒരു കാരണവശാലും BJP ജയിക്കാൻ പോകുന്നില്ല, ഭാരതീയ ജനതാ പാർട്ടിക്ക് ബാലികേറ മലയാണ് കേരളം എന്നുള്ള ഒരു ഉറച്ച വിശ്വാസമായിരുന്നു അവർ പറഞ്ഞു പ്രചരിപ്പിച്ചത്, ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചത്. ആ ധാരണയാണ് കേരളത്തിലെ ജനങ്ങൾ തിരുത്തിയിരിക്കുന്നത്. ഇത് ശരിയായ കേരളമാണ്, ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിക്ക് ബാലികേറ മലയല്ല, BJP ഇല്ലാതെ ഇനി കേരളത്തിന് മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള വ്യക്തമായിട്ടുള്ള സൂചനയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. ആദരണീയനായ ശ്രീ സുരേഷ് ഗോപി കഴിഞ്ഞ 5 വർഷം തൃശ്ശൂരിൽ നടത്തിയ കഠിനമായ പരിശ്രമം, പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ തുടർച്ചയായിട്ടുള്ള കേരള സന്ദർശനങ്ങൾ, ഭാരതീയ ജനതാ പാർട്ടി ഒരു ബദൽ വികസന മാതൃക കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു, അത് വോട്ടർമാരിൽ എത്തിച്ച് നടത്തിയ നിരന്തരമായ പരിശ്രമങ്ങൾ, 2021 തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം, ഒരു സീറ്റ് ഉള്ളത് നമുക്ക് നഷ്ടപ്പെട്ടതിന് ശേഷം നാം കൂട്ടായി നടത്തിയ കഠിനമായ പരിശ്രമങ്ങൾ, ജനകീയ അടിത്തറ വർദ്ധിപ്പിക്കാൻ ആവശ്യമായി നടത്തിയ നിരന്തരമായ പ്രചാരവേളകൾ, പരിപാടികൾ, നമ്മുടെ ബൂത്ത് സമിതികൾ കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടി നാം നടത്തിയ നിരന്തരമായ യാത്രകൾ, കേരളത്തിലെ ഓരോ ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തകനും അവരവരുടെ ബൂത്തുകളിൽ നടത്തിയ കഠിനമായ പരിശ്രമം, ഈ വെല്ലുവിളികളെല്ലാം അതിജീവിച്ച് മുമ്പോട്ട് പോകാനുള്ള പ്രേരണ പ്രധാനമായും ഈ ഘടകങ്ങളാണ്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ സ്വീകാര്യത, അദ്ദേഹത്തിന് കേരളത്തിലെ ജനങ്ങൾക്കിടയിലുള്ള വിശ്വാസ്യത ഊട്ടി ഉറപ്പിക്കുന്ന ഫലമാണ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത്. പരിശ്രമിച്ചാൽ അസാധ്യമായ ഒന്നുമില്ല, ഏതും നേടാൻ കഴിയുമെന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് തൃശ്ശൂരിലെ നമ്മുടെ ആദരണീയനായ MP മന്ത്രി ശ്രീ സുരേഷ് ഗോപിയുടെ വിജയം. 2019 അദ്ദേഹത്തെ ചതിക്കുഴികളിലൂടെ പരാജയപ്പെടുത്തിയിട്ടും അദ്ദേഹം തൃശ്ശൂരിൽ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയ പ്രവർത്തനങ്ങൾ, എല്ലാ വിഭാഗം ജനങ്ങളെയും ആകർഷിക്കാൻ നടത്തിയിട്ടുള്ള പരിശ്രമങ്ങൾ അദ്ദേഹത്തിൻ്റെ പത്തരമാറ്റ വിജയത്തിനുള്ള ഒരു കാരണം അതാണ്, കഠിനമായ പരിശ്രമം. ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച സ്ഥാനാർത്ഥികളെ നമുക്ക് അണിനിരത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഇന്ന് ഇവിടെ വരേണ്ടിയിരുന്ന തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖർജി, അദ്ദേഹം എത്തുമെന്നായിരുന്നു പറഞ്ഞത്, അവസാന നിമിഷം ചില സാങ്കേതിക കാരണങ്ങൾ അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞു. രാജീവ് ചന്ദ്രശേഖർജി മുതൽ കാസർഗോഡ് അശ്വിനി വരെയുള്ള 20 ലോക്സഭാ മണ്ഡലങ്ങളിലും നാം സ്ഥാനാർത്ഥികൾ നടത്തിയിട്ടുള്ള മികച്ച പ്രവർത്തനം, ഒരു കാരണവശാലും വിജയസാധ്യതയില്ല എന്ന് മാധ്യമങ്ങൾ പലരും എഴുതി തള്ളിയ പല മണ്ഡലങ്ങളും വിജയത്തോളം എത്തിയ പരാജയങ്ങൾ, തിരുവനന്തപുരത്തെയും ആറ്റിങ്ങലിലെയും തെരഞ്ഞെടുപ്പ് ഫലം വിശദമായി പരിശോധിക്കുമ്പോൾ
ഒരു രാഷ്ട്രീയ പണ്ഡിതന്മാരും ഒരു നിരീക്ഷകന്മാരും ഒരു മാധ്യമ സിംഹങ്ങളും BJP അവിടെ വിജയത്തിനടുത്ത് എത്തുമെന്ന് ഒരിടത്തും പറയാൻ തയ്യാറായിട്ടില്ല. അവരുടെ ഒരു സർവേകളിലും അത് പുറത്തു വന്നില്ല. അത്ഭുതകരമായിട്ടുള്ള മുന്നേറ്റങ്ങളാണ് മണ്ഡലങ്ങളിൽ പലതിലും ഉണ്ടായിരിക്കുന്നത്. ആലപ്പുഴയിൽ നേടിയിട്ടുള്ള ഉജ്ജ്വലമായിട്ടുള്ള മുന്നേറ്റം ശ്രീമതി ശോഭാ സുരേന്ദ്രൻ അല്പം വൈകിയ മാത്രമേ ഈ യോഗത്തിൽ വരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇനി മാധ്യമങ്ങൾ പുതിയ വാർത്തകളൊന്നും കൊടുക്കണ്ട, അല്പം വൈകിട്ട് അവർ വരുമെന്ന് നേരത്തെ അറിയിച്ചിട്ടുണ്ട്. എല്ലാ മണ്ഡലങ്ങളിലും എത്തിയില്ല. തീർച്ചയായിട്ടും എല്ലാ മണ്ഡലങ്ങളിലും നേടിയിട്ടുള്ള, ഞാൻ ഓരോ പേരുകൾ പറയുന്നില്ല. ആലത്തൂരിൽ നമ്മുടെ പ്രിയങ്കരിയായ സരസ്വതി ടീച്ചറെ മത്സരിച്ചപ്പോ പുതിയ ആളാണല്ലോ എന്ന് പറഞ്ഞ് ചില മാധ്യമങ്ങൾ പറയുകയുണ്ടായി. അത്ഭുതകരമായിട്ടുള്ള മുന്നേറ്റമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ഞാൻ എല്ലാ മണ്ഡലങ്ങളിലേക്കും പോകുന്നത്, എല്ലാ മണ്ഡലങ്ങളിലും ഭാരതീയ ജനതാ പാർട്ടി ഉജ്ജ്വലമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്നു. വോട്ട് ഷെയറിൽ വലിയ വർധനവുണ്ടായിരിക്കുന്നു. കേരളം ഭാരതീയ ജനതാ പാർട്ടിക്ക് പാകപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള വ്യക്തമായ സൂചന നൽകുന്ന തെരഞ്ഞെടുപ്പ് ഫലമാണ് ഇത് ഉണ്ടായിരിക്കുന്നത്. മുന്നോട്ട് പോകാനുള്ള ഊർജവും പ്രേരണയും കഴിഞ്ഞ 5 പതിറ്റാണ്ടിലധികമായി ഈ പാർട്ടി പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശ്രമങ്ങൾ, ഏത് വെല്ലുവിളിയെയും അതിജീവിച്ചുകൊണ്ട് നടത്തിയ പരിശ്രമങ്ങൾ, ധീരമായ ബലിദാനങ്ങൾ, 200-ലധികം പ്രവർത്തകരുടെ ബലിദാനങ്ങൾ, എത്രയോ പേർ അംഗവിഹീനരായി ഇന്നും കഴിയുന്ന, ദുരിതക്കയത്തിൽ കഴിയുന്നവർ, ആയിരക്കണക്കിന് ആളുകൾ ജയിലറകളിൽ കഴിയുന്നവർ, വീരബലിദാനികൾ, അവരുടെ കുടുംബാംഗങ്ങൾ, അവരുടെ എല്ലാവരുടെയും 5 പതിറ്റാണ്ട് കാലത്തിനപ്പുറത്തുള്ള സ്വപ്നത്തിനാണ് ഈ തെരഞ്ഞെടുപ്പോടുകൂടി സാക്ഷാത്കാരം ഉണ്ടായിരിക്കുന്നത്. ഇനി വരുന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതീയ ജനതാ പാർട്ടിയുടെ വിജയത്തിന്റെ കഥകൾ മാത്രം പറയുന്ന തെരഞ്ഞെടുപ്പുകളായിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.